പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുകയാണ്. ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള അഴിച്ചുവിടുന്നത്. കണ്ണടച്ചുള്ള ആക്രമണം. പേജർ സ്ഫോടന പരമ്പരകൾ ഹിസ്ബുള്ളയ്ക്ക് ഏൽപ്പിച്ച മുറിവ് ചെറുതല്ല. അതിൻ്റെ പകയിലാണ് ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം ഹിസ്ബുള്ള നടത്തുന്നത്. കഴിഞ്ഞ രാത്രിയിൽ വടക്കൻ ഇസ്രായേലിൽ വ്യാപക ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത്. 20 ലക്ഷം ഇസ്രായേലുകാരെ ലക്ഷ്യമിട്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്നാണ് IDF വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈഫ, ജസ്രീൽ താഴ്വര എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ ഹിസ്ബുള്ള യുദ്ധതന്ത്രം മാറ്റിയെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നത്. ആക്രമണതന്ത്രം മാറ്റിയതോടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ രാത്രിയിൽ മാത്രം ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് 150 ക്രൂസ് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളുമാണ്. ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും തീപിടിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. സെപ്റ്റംബർ 21-നും 22-നും നടത്തിയ ആക്രമണത്തിലാണ് ഈ നിലപാട് മാറ്റം വ്യക്തമാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ ഇസ്രായേൽ ജനത കനത്ത ഭീതിയിലാണ്. നേരത്തെ തന്നെ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള കനത്ത ആക്രമണം നടത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾ ശക്തമായതോടെ ആളുകൾ പ്രദേശം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോയതായി റിപ്പോർട്ടുകൾ വന്നു. മേഖലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയും സ്കൂളുകൾക്ക് അവധി നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 60 വയസ്സുള്ള ഒരാൾക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സൈന്യത്തിൻ്റെ റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തിന് മറുപടി നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭൂരിഭാഗം മിസൈലുകളും തങ്ങൾ തടഞ്ഞതായും ആക്രമണത്തെക്കുറിച്ചുള്ള അവലോകനം നടക്കുകയാണെന്നും ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചു. അതിനിടെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലും പരിസരത്തും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 31 മരിച്ചവരിൽ 7 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്നു. 68ഓളം പേർക്ക് പരിക്കേറ്റു. 23 പേരെ കാണാതായി. 2006 ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ബെയ്റൂത്ത് കണ്ട കനത്ത വ്യോമാക്രമണമാണ് വെള്ളിയാഴ്ച നടന്നത്. രഹസ്യയോഗം ചേർന്ന കെട്ടിടമാണ് തകർത്തതെന്നും ഉന്നത നേതാവ് ഇബ്രാഹിം അഖീൽ, കമാൻഡർ വാഹ്ബി എന്നിവരടക്കം 11 ഹിസ്ബുള്ള പ്രവർത്തകരെ വധിച്ചെന്നുമാണ് ഇസ്രായേലിൻ്റെ വാദം. 15 പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് ഹിസ്ബുള്ള വക്താക്കൾ പ്രതികരിച്ചു. വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നാണ് ഹിസ്ബുള്ളയുടെ വിലയിരുത്തൽ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് സമാന്തരമായി 11 മാസമായി ലെബനൻ അതിർത്തിയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇതുവരെ 740 പേരാണ് കൊല്ലപ്പെട്ടത്.